ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് ലീനിയ. ഞാനിവിടെ യുക്കെയിൽ ബാൻഡ് ഫെയർ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നാളെ നമ്മളൊരു സോളോ ട്രിപ്പിന് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കും. ഒത്തിരി ദൂരേക്കൊന്നല്ല കേട്ടോ പോകുന്നത്. ഇവിടുന്ന് ഒരു 3 മണിക്കൂറുള്ളൂ. ഡെവൺ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ പോകാനായിട്ട് എല്ലാം ഡിസൈഡ് ചെയ്ത് ടിക്കറ്റും അതുപോലെ തന്നെ നമ്മുടെ എയർബിഎൻബി ഒരു ചെറിയ റൂമാണ്. അത് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചില്ല. അപ്പോൾ എല്ലാം ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞാൽ അവിടുത്തെ വെള്ളത്തിലൊക്കെ എന്തോ പാരസൈറ്റോ ബാക്ടീരിയകളോ എന്തോ ഇൻഫെക്ഷൻ പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഉള്ളവരൊക്കെ ഹോസ്പിറ്റലിൽ ഡയറിയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ വെള്ളത്തിന് കുറച്ച് കോഷൻ എടുക്കണം എന്നൊക്കെ പറഞ്ഞു. എനിവേ ഞാൻ ബുക്ക് ചെയ്തതാണല്ലോ എന്ന് ഓർത്ത് ഞാൻ പോകാമെന്ന് തന്നെ തീരുമാനിച്ചു. എന്തായാലും മുമ്പോട്ട് വെച്ച കാല് പിമ്പോട്ട് വെക്കണ്ടെന്ന് തീരുമാനിച്ചിരിക്കും. അപ്പോൾ എൻ്റെ ബാഗ് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ റൂം ഫുള്ള് കൊളായിട്ട് കിടക്കുകയാണ്. ഞാൻ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫാണ്. പക്ഷെ ഇന്നെല്ലാം ഒന്ന് റീഅറേഞ്ച് ചെയ്യാമെന്നാണ് വെച്ചേക്കുന്നത്. മുകളിലിരിക്കുന്നത് എൻ്റെ പെട്ടി കേട്ടോ. അത് അവിടെ നിന്ന് മാറ്റാൻ പറ്റില്ല, കാരണം അത് മാറ്റി വെക്കാനായിട്ട് വേറെ എനിക്ക് സ്ഥലമില്ല. ബാക്കി താഴെ ഫുൾ അറേഞ്ച്മെൻറ്റ്സ് നടത്താമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് അടുക്കി പറക്കുന്നതിന് മുമ്പുള്ള എൻ്റെ റൂമിൻ്റെ ഒരു അവസ്ഥ ഞാൻ മൊത്തത്തിൽ കാണിച്ചാൽ എല്ലാം അലങ്കോലമായിട്ട് അവിടെ ഇവിടേക്കായിട്ട് ഞാൻ വാരി വലിച്ചിട്ടേക്കാം. കാരണം ഇന്ന് ഞാൻ എൻ്റെ ബെഡ്ഷീറ്റ്, തലോണർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ലോണ്ടറി ചെയ്യാനായിട്ട് എല്ലാം ഊരി ഞാൻ എൻ്റെ വാഷിംഗ് മെഷീനിൽ കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പോൾ വാഷിംഗ് മെഷീൻ അത് എനിക്ക് വേണ്ടി അലക്കിക്കൊണ്ടിരിക്കുക. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം അടുക്കി പറക്കണം. ആദ്യം തന്നെ നമ്മൾ ബെഡിങ് ചെയ്യാമെന്ന് വിചാരിച്ചു, കാരണം ബെഡിങ് ഇപ്പോൾ ഊരി വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഷീറ്റും പുതിയ തലവണ്ണറൊക്കെ ഇട്ടു. ഡുവറ്റിൻ്റെ കവർ മാറ്റില്ല, കാരണം എനിക്ക് വേറെ ഡുവറ്റിൻ്റെ കവറില്ല. ഇന്ന് തന്നെ അലക്കി ഉണങ്ങാനായിട്ട് സാധ്യത ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഷോൾഡർ ബാഗായിട്ട് ഇത് കൊണ്ടുവന്നിട്ട് വിചാരിച്ചേക്കുന്നത്. ഇതിൻ്റെ എക്സ്റ്റൻഷനൊക്കെയാണ്. ഈ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഞാൻ ടെമൂന്ന് ഓർഡർ ചെയ്ത ബാഗാണ്. 5 പൗണ്ട് ഉള്ളൂ. 5 പൗണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര ചീപ്പായിട്ടുള്ള റേറ്റാണ്. ടെമൂന്ന് ആയതുകൊണ്ടാണ് സാധാരണ നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. ടെമുവിനെ കുറിച്ച് എനിക്ക് മോശമായിട്ടുള്ള അഭിപ്രായമൊന്നുമില്ല. ഞാൻ വാങ്ങിച്ച എല്ലാ സാധനങ്ങളും തന്നെ നല്ലതായിരുന്നു. ഇതുവരെ എനിക്ക് കളിപ്പിയൊന്നും പറ്റിയിട്ടില്ല കേട്ടോ ടെമൂന്ന്. ട്രാവൽ ചെയ്യാനായിട്ട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ള ട്രാവൽ ബാഗൊന്നുമില്ല. അപ്പോൾ മിക്കവാറും ഞാൻ തന്നെ എൻ്റെ സാധനങ്ങൾ ഇതുണ്ട് ഈ ഒരു ബാഗിനകത്താക്കിയാണ് കൊണ്ടുപോകാറ്. അപ്പോൾ അതിനകത്ത് ഞാൻ ഒരു പെയർ ഹൈക്കിങ്ങിനൊക്കെ പോകാൻ പറ്റിയ പോലത്തെ ഒരു ഷോർട്ട്സും ഒരു ടോപ്പും എടുത്തിട്ടുണ്ട്. ടോപ്പല്ല, ഒരു ഹൈക്കിങ്ങിന് പോകാൻ പറ്റിയ പാകത്തിന് ഒരു സ്ലീവ്ലെസ് ബനിയൻ. ഇൻ കേസ് ഞാൻ അവിടെ പോകുന്ന സ്ഥലത്തൊരു ഹൈക്കിംഗ് സ്പോട്ട് കണ്ടു വെച്ചിട്ടുണ്ട്. പോകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പോകണം, കാരണം ഞാൻ ഒറ്റയ്ക്കുള്ളൂ. അപ്പോൾ എത്രത്തോളം സേഫ് ആയിരിക്കും എന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ നിൽക്കുന്ന ലൊക്കേഷനിലേക്ക് UK-യുടെ റൂറൽ സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ബസ് വളരെ റെയറായിട്ടേ ബസ്സുള്ളൂ. പിന്നെ നമുക്ക് ടാക്സി, നമ്മളിപ്പോൾ നിൽക്കുന്ന സ്വിൻഡനിലൊക്കെ ആണെങ്കിൽ വീസു എന്നാണ് ടാക്സി സർവീസ്. നമ്മുടെ ഊബർ, വീസു അങ്ങനെയൊക്കെ ടാക്സി സർവീസുകൾ ഇവിടെ ഉണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള റൂറൽ സ്ഥലങ്ങളിലേക്ക് ചെന്ന് ടാക്സി സർവീസ് കിട്ടാനും ഭയങ്കര പാടാണ്. അതുപോലെ തന്നെ ബസ് സർവീസ് ഭയങ്കര പാടാണ്. അപ്പോൾ പോകാൻ പറ്റുമെന്ന് അറിയില്ല. ഇൻ കേസ് പോകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇട്ടിട്ട് പോകാനായിട്ട് ഒരു ഹൈക്കിങ്ങിന് പറ്റിയ ഡ്രസ്സ്, പിന്നെ ഇത് പ്രോപ്പർ ഒരു ഉടുപ്പ് എടുത്തിട്ടുണ്ട്. ഇത് വേറെ ചെറിയ കുട്ടി ഷോർട്ട് ഉടുപ്പാണ്. ഇതെല്ലാം അടുക്കി പറക്കി അകത്തേറ്റ് വെക്കണം. അടുക്കി പറക്കി വെക്കുന്ന ശീലമൊന്നും എനിക്കില്ല കേട്ടോ. 2 പേര് സോക്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വീട്ടിലിടാനുള്ള ഉടുപ്പും അണ്ടർ ഗാർമെൻറ്റ്സും. ഇത് ഞാൻ ഇന്നലെ ടെമൂന്ന് വാങ്ങിച്ച ചെരുപ്പാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഔട്ട് ഓഫ് ഫാഷനായ ചെരുപ്പൊക്കെ പോലെ കണ്ടാൽ തോന്നും കേട്ടോ. പക്ഷേ 4-3 പൗണ്ട് എങ്ങാണ്ട് ഉണ്ടായുള്ളൂ. ഇവിടെ അത്രയും ചീപ്പായിട്ട് ചെരുപ്പ് കിട്ടും, ചില സമയത്ത് കിട്ടും. പക്ഷെ അതിന് എത്രത്തോളം കംഫർട്ടബിൾ ആയിരിക്കും അല്ലെങ്കിൽ എത്രത്തോളം വാലിഡിറ്റി ഉണ്ടെന്നൊന്നും അറിയില്ല. ഇതിനും എത്രത്തോളം ഉണ്ടെന്നൊന്നും നമുക്കറിയില്ല. എനിവേ ചവിട്ടിയിട്ട് നല്ല കംഫർട്ടബിൾ ആട്ടോ, കംഫർട്ടിന് കുറവൊന്നുമില്ല. ബാഗിൽ തപ്പി ചെല്ലുമ്പോൾ ഓരോരോ സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നു. പിന്നെ എൻ്റെ മേക്കപ്പ് ഐറ്റംസ് ആണ്. ഇതെല്ലാം കൂടി ഈ ബാഗിൽ കൊള്ളുമെന്ന് അറിയില്ല. 2 ലിപ്സ്റ്റിക്ക്, ചെറിയ പെർഫ്യൂം, പിന്നെ എൻ്റെ മോയ്സ്ചറൈസർ, എൻ്റെ ഫേസ് വാഷ്, പിന്നെ ഇത് ഗാർണിയറിൻ്റെ ഒരു എന്താ പറയുക ഫൗണ്ടേഷൻ മോയ്സ്ചറൈസർ എല്ലാം കൂടെ ഉള്ളതാണ്. അതും കൂടെ എടുത്തേക്കാന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ കൺസീലർ, അതൊക്കെ തീരാറായി. ഐലൈനർ, ഹെയർ സിറം, ഇങ്ങനെ ആക്കുന്ന സാധനം. പിന്നെ ഇതെൻ്റെ സൺസ്ക്രീൻ, അത് ഏറെക്കുറെ തീരാറായിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ എല്ലാം കൂടി ഇതിനകത്ത് കൊള്ളുന്നില്ല. അപ്പോൾ സൺസ്ക്രീൻ നമുക്ക് ബാഗിൻ്റെ പുറത്തിട്ടേക്കും.
ഇതേണ്ടേ ഈ ഒരു തൊപ്പിയും കൂടെ കൊണ്ടുപോയാൽ കൊള്ളാമെന്നുണ്ട്. നാളെ അവിടെ ചെന്ന് വല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ വെതറും സാഹചര്യം ഒത്തു വന്നിട്ടുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഇതിൽ വെതറിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോട്ടോ ഒക്കെ നല്ലപോലെ വൃത്തിക്ക് വരണമെങ്കിൽ നമ്മൾ നല്ല സണ്ണി ആയിട്ടുള്ള ദിവസങ്ങളിൽ പോകണം. ഈ ഒരു 2-3 ദിവസം അടുപ്പിച്ച് അത്യാവശ്യം ക്ലൗഡി ആയിട്ടുള്ള ദിവസങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ ആഴ്ചയൊക്കെ ഭയങ്കര നല്ല വെയിലും അത്യാവശ്യം ഒരു ചൂടൊക്കെ ഉണ്ടായിരുന്നു. അടുത്ത ആഴ്ചത്തേക്ക് കുറച്ചും കൂടി ഒരു തണുത്ത കാലാവസ്ഥയാണ്. തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പല്ല, വിൻ്ററിലെ പോലെ സമ്മറിൻ്റെ ഒരു ടച്ച് ഉണ്ട്. പക്ഷെ എന്നാലും കമ്പാരിറ്റീവ്ലി ക്ലൗഡി ആണെന്നാണ് വെതർ നോക്കിയപ്പോൾ കണ്ടത്. നമ്മളിവിടെ വെതർ നോക്കിയിട്ടാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. കാര്യം ഞാൻ ഓൾറെഡി മുമ്പ് പറഞ്ഞതുപോലെ തന്നെ എല്ലാം ബുക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് അതിനകത്ത് മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റില്ല. അപ്പോൾ നാളെ കൊണ്ടുപോകാനുള്ള ബാഗ് സാധനങ്ങളും നാളെ ഇട്ടുകൊണ്ട് പോകാനുള്ള ഡ്രസ്സും എല്ലാം ഞാൻ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ ബാഗ് നാളെ കൊണ്ടുപോകാൻ ഉദ്ദേശിച്ച് വെച്ചേക്കുന്നതാണ്. ബാക്കി ഏറെക്കുറെ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ്ലി സെറ്റായില്ലെങ്കിലും നേരത്തെ റൂം ഇരുന്നത് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ട് ഇപ്പോഴത്തെ റൂമിൻ്റെ അപ്പിയറൻസ്. ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ ഒന്ന് അടിച്ചു തളിച്ച് വൃത്തിയാക്കും. എൻ്റെ നോർമലായിട്ട് എന്നെ അറിയാവുന്നവർക്കറിയാം, കംപ്ലീറ്റ് എൻ്റെ റൂം എപ്പോഴും ഇങ്ങനെ അലമ്പായിട്ടൊക്കെ കിടക്കാറ്. ഇപ്പം ഞാനിങ്ങനെ സൂക്ഷിച്ച് വെച്ചാൽ 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും അവതാളത്തിൽ. എന്നാലും ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് എന്താ പറയുക വൃത്തിയാക്കുമ്പോൾ അല്ലാത്തൊരു സന്തോഷം. ഞാനാണെങ്കിൽ എണ്ണയ്ക്കകത്ത് എന്നെ തന്നെ കൊതുത്ത് വെച്ചേക്കും. അതെ, മുടിയൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നുണ്ടാ പച്ച വെളിച്ചെണ്ണയ്ക്കകത്ത് കുതിർന്നിരിക്കുക. മുഖത്തും തലയിലും മെത്തൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. നല്ലൊരു കുളി പാസ്സാക്കണം. അപ്പോൾ നാളെ ഒരു 11 സംതിങ്ങോട് കൂടിയാണ് നമ്മുടെ ട്രെയിൻ. ഇവിടെ നിന്ന് 2 ട്രെയിൻ മാറി കയറണം നമുക്ക്. അപ്പോൾ എനിക്ക് ട്രെയിനിലൊക്കെ മാറി കയറി പോകാനായിട്ട് നല്ല പേടിയുള്ള കൂട്ടത്തിലാണ്. പക്ഷെ ധൈര്യം സംഭരിച്ച് അങ്ങോട്ട് പോവുകയാണ് നാളെ. ഇങ്ങനെ ചെറിയ ചെറിയ യാത്രകൾ വലിയ യാത്രകളുടെ മുന്നോടി ആകട്ടെ എന്ന് ഞാൻ എന്നോട് തന്നെ ആശംസിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നാളെ മറ്റന്നാൾ അടുത്ത ദിവസങ്ങളായിട്ട് പോകുന്നതിൻ്റെ അവിടെ ചെന്നിട്ടുള്ളതിൻ്റെയൊക്കെ ഓരോ വ്ളോഗുകളായിട്ട് ഞാൻ വെറുപ്പിക്കുന്നതായിരിക്കുന്നു, മുന്നോടിയായിട്ട് അറിയിക്കുന്നു. അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുന്നത് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.